രാധാകൃഷ്ണനേക്കാളും മുതിർന്ന കുട്ടിയായിരുന്നു. അപ്പോ രാധാറാണി ഇങ്ങനെ ഭാണ്ഡീര വനത്തിൽ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോ നേരെ ഇരുട്ടുന്നുണ്ട്. അപ്പൊ രാധയും കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു എന്താ പറയാ വിവാഹം, അതായത് അവര് തമ്മില് പൂർവ്വജന്മത്തില് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ രാധയും കൃഷ്ണനും വിവാഹം കഴിച്ചവരാണ്. ഇനി അവർക്ക് എല്ലാ ജന്മത്തിലും വിവാഹം കഴിക്കണമെന്ന് ആവശ്യമില്ല. പക്ഷെ എന്നാലും ഓർമ്മ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർ തമ്മിൽ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കും. അപ്പൊ അതാണ് ഭഗവാൻ പ്യുവർ കോൺഷ്യസ്നെസ് ആണ്. ഭഗവാൻ എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ ജീവാത്മാക്കളായിട്ടുള്ള അതിലെ ഭഗവാനിൽ നിന്ന് വരുന്ന ജീവാത്മാക്കളായി നമുക്ക് അത്രമാത്രം കോൺഷ്യസ്നെസ് ലെവൽ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഓർമ്മയില്ലാത്തത്. അപ്പൊ ഭഗവാന്റെ തന്നെ ആത്മാവാണ് രാധാറാണി. അപ്പൊ രാധാറാണി ഭൂമിയില് രാധാദേവിയായിട്ട് ജന്മം എടുത്തു. വൃഷഭാനുവിന്റെയും കീർത്തിയമ്മയുടെ മകളായിട്ട് ഇങ്ങനെ ബർസാനയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ രാധാറാണി ഒരു ദിവസം ഇങ്ങനെ ഭാണ്ഡീര വനത്തിലേക്ക് വരുമ്പോ ആ സമയത്ത് കുഞ്ഞു കൃഷ്ണനെ എടുത്തുകൊണ്ട് നന്ദബാബ ഭാണ്ഡീര വനത്തില് കാലികളെ മേയ്ക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇടി വെട്ടുന്നുണ്ട്, മിന്നൽ വെട്ടുന്നുണ്ട്, മഴ വരാൻ പോകുന്നു. അപ്പൊ കുഞ്ഞു കണ്ണൻ പേടി അഭിനയിക്കുകയാണ്. അതായത് ഭഗവാന് ഒന്നിനെ പേടിയില്ല. ഭഗവാൻ എന്തിനെയാണ് പേടിക്കേണ്ടത്? അജിതനാണ്, ഒന്നിനും തോൽപ്പിക്കാൻ പറ്റാത്ത ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാൻ പേടിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ രാധയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ട്രിക്ക് കാണിക്കാണ്. അപ്പോ ഭഗവാൻ പേടിച്ച് കരയുമ്പോ നന്ദബാബ നോക്കുമ്പോ രാധാറാണിയുടെ കാൽച്ചിലമ്പിന്റെ ഒച്ച കേൾക്കാണ്. അപ്പൊ രാധാറാണിയെ വിളിക്കും. നന്ദബാബ മോളെ രാധേ, ഈ കണ്ണനെ ഒന്ന് യശോദാമ്മയുടെ അടുത്താക്കോ, അവൻ ഈ പേടിയാവുന്നുണ്ട്. ഈ ഇടിയൊക്കെ വെട്ടുമ്പോ കണ്ണന് പേടി വരുന്നത്ര. കണ്ണൻ എന്ത് പേടി വരാനാണ്? കണ്ണന് രാധയുടെ കയ്യിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അടവാണ് കാണിക്കുന്നത്. അപ്പോ രാധാറാണി കുഞ്ഞു കണ്ണനെ എടുക്കും. എന്നിട്ട് കവിളത്ത് ഉമ്മ കൊടുക്കും. എന്നിട്ടാ ഞാൻ കൊടുക്കാലോ, യശോദാമ്മയുടെ അടുത്ത് ഞാൻ കൊടുക്കാലോ എന്ന് പറഞ്ഞ് കുട്ടിയെ എടുത്തിട്ട് ഭാണ്ഡീര വനത്തിലൂടെ നടക്കുമ്പോ ഭാണ്ഡീര വനത്തിലെ ആ വടവൃക്ഷത്തിന്റെ ചോട്ടിലെത്തുമ്പോ കൃഷ്ണൻ പെട്ടെന്ന് കയ്യില് ഇരിക്കുന്ന ആള് പെട്ടെന്ന് ഒരു തേജോമയമായിട്ടുള്ള ഒരു രൂപം മാറി ഒരു യുവാവായിട്ട് രാധാറാണിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. രാധാറാണിയും വേറൊരു രൂപം, ആ എറ്റേണൽ ബോഡി സ്വീകരിക്കുകയാണ്. അപ്പോ രാധാറാണിക്ക് ഒന്നും മനസ്സിലാവണില്ല എന്താ സംഭവിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കാണ്, രാധേ നിനക്ക് ഓർമ്മ കിട്ടണല്ലേ, നമ്മള് ഗോലോകധാമത്തില് രാധാകൃഷ്ണന്മാരായിട്ട് എന്റെ എല്ലാമായിട്ടുള്ള ഭഗവാൻ രാധാറാണിയോടുള്ള ആ തീവ്രമായിട്ടുള്ള സ്നേഹം, സെൽഫ്ലെസ് ആയിട്ടുള്ള ഡിവോഷൻ, ഭഗവാൻ രാധാറാണിയെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ രാധാറാണിയോടുള്ള ആ തീവ്രമായ പ്രേമം, ആ സെൽഫ്ലെസ് ഡിവോഷൻ അതിങ്ങനെ പങ്കുവെക്കുമ്പോ രാധാറാണിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടും. അപ്പൊ രാധാറാണിക്ക് മനസ്സിലാവും, എല്ലാം മനസ്സിലാവും, രാധാറാണി എന്താണെന്നുള്ളത് തിരിച്ചറിയണം. അപ്പോ ആ സമയത്ത് ബ്രഹ്മദേവൻ അവിടെ. അപ്പോ രാധാറാണിക്ക് ഭയങ്കര വിരഹം തോന്നുകയാണ്. എന്ന് വെച്ചാൽ ഇനി എത്ര കാലം ഞാൻ ഈ ഭൂമിയിൽ ഭഗവാനെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വരും, നമുക്കിനി എപ്പോഴാണ് തിരിച്ച് അതുപോലെ ഗോലോകധാമത്തിലേക്ക് പോകാൻ സാധിക്കുക?